സാറ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് സ്വരാജിലധിഷ്ഠിതമായ ദേശീയ നയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തന്റെ പ്രവർത്തനം. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവർ സംവരണം വേണ്ട എന്ന് പറയുന്നതുവരെ പ്രാധാന്യം നൽകുമെന്ന് സാറ ജോസഫ് പറഞ്ഞു. ദളിത് സംവരണത്തെ പറ്റി കെജ്രിവാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾക്കിനി സംവരണം ആവശ്യമില്ല എന്ന് പറയുന്നിടത്തോളം നിലനിൽക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിതർക്കും സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. അത് മെച്ചപ്പെടുകയല്ലാതെ ഒട്ടും കുറയില്ല എന്നാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന പാർട്ടിക്ക് മതസംഘടനകളടക്കമുള്ളവരെ അങ്ങോട്ട് ചെന്ന് കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലും നമ്മുടെ തെരഞ്ഞെടുത്ത എംപിമാരുടെ MLA-മാരുടെ മേലും കോർപ്പറേറ്റുകൾക്ക് എന്നതുപോലെ നമ്മുടെ മതങ്ങൾക്കും വലിയ സ്വാധീന ശക്തി വന്നുപോയി. വിലപേശാൻ ഈ രണ്ടു കൂട്ടരും നിൽക്കുന്നതാണ് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഭരണം വരാനുള്ള കാരണം. തൃശൂരിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന ചോദ്യത്തിന് ദേശീയ നയങ്ങളെക്കുറിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥി സംസാരിച്ചത്. സജീവ രാഷ്ട്രീയ പ്രവർത്തനം തന്റെ എഴുത്തിന് ചെറിയ ഇടവേള വരുത്തുമെങ്കിലും അത് എഴുത്തിന് ഊർജ്ജം പകരുമെന്ന് സാറ ജോസഫ് പറഞ്ഞു. തന്റെ ഏറ്റവും മികച്ച നോവൽ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുറത്തിറങ്ങുക എന്നും സാറ ജോസഫ് വ്യക്തമാക്കി.